മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയകുമാർ. കീഴ്ക്കോടതി വിധി അന്തിമമല്ല. വാലിലും തലയിലുമുള്ള ഗൂഢാലോചന വെട്ടിമാറ്റി നടുവിലെ ഗൂഢാലോചനയ്ക്ക് മാത്രമാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിജീവിതയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അജയകുമാർ പറഞ്ഞു. ആ വിധി വന്നതിന് ശേഷം അതൊരു അന്തിമ വിധിയാണ് എന്നുള്ള രീതിയിൽ പല വ്യാഖ്യാനങ്ങളും പുറത്തുനിന്ന് എട്ടാം പ്രതിയുടെ അനുകൂലികളെന്ന് പറയുന്ന ആളുകളിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, ആ കേസിൽ അതിജീവിതയെ അങ്ങേയറ്റം സൈബർ ആക്രമണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ശക്തമായി അന്വേഷിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വിധി അടിസ്ഥാനപരമായി ഈ പ്രതികളെ വെറുതെ വിട്ട പ്രതികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ അതിയായ സംശയമുണ്ട്. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അന്തിമ വിധി എന്ന രീതിയിലാണ് പലരും ഇതിനെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതൊരു കീഴ്ക്കോടതി വിധിയാണ്. മുകളിലേക്ക് ഇനിയും പോകാനുണ്ട്. ആ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് അന്നത്തെ ദിവസം തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്താണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയകുമാർ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നിലവിൽ 4 പ്രതികളെ വെറുതെ വിട്ട ഈ വിചാരണ കോടതി വിധി അത് അന്തിമ വിധിയാണ് എന്ന നിലയിലുള്ള പ്രചാരണമാണ് ഏറ്റവും പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ 8ാം പ്രതിയുടെ അനുകൂലികൾ നടത്തുന്നത്. എന്നാൽ അത് സത്യാവസ്ഥയല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് അജയകുമാർ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇനി അപ്പീൽ പോവുകയാണ്. സ്വാഭാവികമായും അന്തിമ വിധി വരുമ്പോൾ തീർച്ചയായും ഈ കേസിലെ പ്രതികൾ എല്ലാവരും ശിക്ഷിക്കപ്പെടും എന്നത് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. അജയകുമാർ പറയുന്നത് ഈ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പല തെളിവുകളും മിസ്സായി, പല തെളിവുകളും കോടതി അംഗീകരിച്ചില്ല. ആ നിലയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിധി പൂർണ്ണമായും തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതും അജയകുമാർ പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് അന്തിമ വിധി വരെ കാത്തിരിക്കൂ, അതിനുശേഷം ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് ഇറങ്ങുന്നവർ അതിന് മുതിരൂ എന്നതാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായും അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞു വെച്ചത്. സമാനമായ രീതിയിൽ അതിജീവിതയ്ക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ഈ വിധി വന്നതിന് ശേഷം നടക്കുന്നു. അവരെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന നിലയിലേക്ക് ഈ 8ാം പ്രതിയുടെ അനുയായികൾ സൈബർ ഇടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും അജയകുമാർ പറഞ്ഞു വെക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് നടപടി ഉണ്ടാകും എന്നും അജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ഗൂഢാലോചനകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ഉണ്ടായത്. അതിൽ തുടക്കത്തിലെ തലയിലിരിക്കുന്ന ഗൂഢാലോചനയും വാലിരിക്കുന്ന ഗൂഢാലോചനയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതിന് തെളിവുകളില്ല എന്ന് പറയുന്നു. അതേസമയം ഇതിന് നടുവിലുള്ള ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ട് എന്ന് കണ്ടെത്തി 1 മുതൽ 6 വരെ പ്രതികൾക്ക് ശിക്ഷയും വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീർത്തും അത്ഭുതകരമായ വിധിയാണ് ഇത് എന്ന ഒരു വാക്കാണ് അഡ്വക്കേറ്റ് അജയകുമാർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ദയവായി എല്ലാവരും കാത്തിരിക്കുക. അന്തിമ വിധി വരുന്നതുവരെ തീർച്ചയായും അതിജീവിതയ്ക്ക് നീതി ലഭിക്കും. അതിനുതകുന്ന പ്രതികൾക്ക് എല്ലാവർക്കും എതിരായ തെളിവുകൾ താൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നും അജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ നടക്കുന്ന സൈബർ പ്രചരണം ഇതൊരു അന്തിമ വിധിയാണ് എന്ന നിലയിൽ നടക്കുന്ന സൈബർ പ്രചരണം അവസാനിപ്പിക്കുക. അതിജീവിതയ്ക്കെതിരായി നടക്കുന്ന സൈബർ ആക്രമണം അവസാനിപ്പിക്കുക. നിലവിൽ അതിജീവിതയെ രൂക്ഷമായി ഈ സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ള അക്കൗണ്ടുകൾ, ആളുകൾ, ഇവർക്കെല്ലാം എതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വന്നിരിക്കുന്ന വിചാരണ കോടതിയിലെ വിധിക്കെതിരായ അപ്പീൽ ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അലി അക്ബർ ഷാ ആണ് വിവരങ്ങൾ നൽകിയത്. ശ്യാം ദേവരാജ് കൂടിയുണ്ട്. ശ്യാം ദേവരാജ്, 8ാം തീയതിയായിരുന്നു വിധി വന്നത്. ഇത്രയും ദിവസമായിട്ട് ഇനി അപ്പീൽ നൽകാനുള്ള നീക്കങ്ങൾ, അത് സർക്കാരിന്റെ അനുമതി വേണമായിരുന്നു. ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ, എങ്ങനെയാണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ? ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കുമോ അപ്പീൽ നൽകുക? എപ്പോഴായിരിക്കും? വിധി വന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ആ വിധിന്യായം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരാഴ്ച സമയമെടുത്ത് 1700-ലധികം പേജുകളുള്ള വിധിന്യായമാണ്. അത് വായിച്ച് മനസ്സിലാക്കാൻ അത്രയും സമയം പ്രോസിക്യൂഷൻ എടുത്തിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ വിധിന്യായം വായിച്ച് മനസ്സിലാക്കുകയും ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇതിൽ അപ്പീൽ പോകേണ്ടത് എന്ന കാര്യത്തിലേക്ക് പ്രോസിക്യൂഷന്റെ അന്തിമമായ നിലപാടിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതിനാവശ്യമായ നിയമോപദേശം സംസ്ഥാന സർക്കാരിന് പ്രോസിക്യൂഷൻ നൽകി കഴിഞ്ഞു. ഇനി സംസ്ഥാന സർക്കാർ ഇതിൽ അനുമതി നൽകുകയാണ് വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ക്രിസ്മസ് അവധിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുകയും ചെയ്യും. ഇതിൽ പ്രോസിക്യൂഷൻ നിലപാടായി സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് നൽകിയ നിയമോപദേശം ഇങ്ങനെയാണ്: ഒരേ തെളിവുകളിൽ വിചാരണ കോടതി
സ്വീകരിച്ചത് ഇരട്ട നിലപാടാണ് എന്ന കാര്യമാണ്. അതിന് വ്യക്തമാക്കുന്ന കാര്യം ഇങ്ങനെ കൂടിയാണ്. ഒരേ തെളിവിൽ ആദ്യത്തെ 6 പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചു. പക്ഷേ അതേ തെളിവുകളിൽ അവസാനത്തെ 4 പ്രതികളെ, 8ാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എന്നതാണ് ശിക്ഷയ്ക്ക് കോടതി നൽകിയ കാരണം. അതായത് ഈ പൾസർ ഉൾപ്പെടെയുള്ള 6 പ്രതികളുടെ ശിക്ഷയ്ക്ക് കോടതി നൽകിയ കാരണം അതേ തെളിവിൽ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. സംശയത്തിന്റെ ആനുകൂല്യം അല്ല 8ാം പ്രതി ദിലീപിന് വിചാരണ കോടതി നൽകിയത്. പകരം ദിലീപിനെ ശിക്ഷിക്കാൻ മതിയായ തെളിവുകളില്ല എന്ന ന്യായീകരണമാണ്. അതാണ് ദിലീപിനെ കുറ്റമുക്തനാക്കാൻ വേണ്ടി കോടതി കണ്ടെത്തിയ കാരണം. ഇത് വിചാരണ കോടതിയുടെ ഇരട്ട നിലപാടാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ നിഗമനം. പ്രോസിക്യൂഷൻ ഉന്നയിക്കാത്ത വാദങ്ങൾ വിധിയിൽ വിചാരണ കോടതി എഴുതിയെന്ന ഗൗരവതരമായ മറ്റൊരു ആക്ഷേപം കൂടി പ്രോസിക്യൂഷൻ തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ആക്ഷേപം വന്നത് പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ പരിഗണിക്കാതെയാണ് കോടതിയുടെ വിധി എന്ന കാര്യമാണ് മറ്റൊരു വിമർശനമായി പറയുന്നത്. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ വൈകാതെ തന്നെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകും. അതിനുള്ള അനുമതി നൽകേണ്ടത്, നിയമപരമായ അനുമതി നൽകേണ്ടത്, അത് സംബന്ധിച്ച് ഉത്തരവിറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഓക്കെ, ശ്യാം ദേവരാജും അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.